അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മളങ്ങനെ നമ്മുടെ ജേർണി ടു സെൽഫിന്റെ 34ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇന്ന് ചെയ്ത മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് മെഡിറ്റേഷൻ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് എന്ത് ചോദിക്കുകയാണെങ്കിൽ പോലും അത് ഹാപ്പിനെസ് ആണ്. എന്നാൽ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന മാർഗങ്ങൾ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലോ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലോ ഓരോന്നിന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ പോലും അതിനുള്ള റൂട്ട് ഡിഫറെന്റ് ആയിരിക്കാം. നമുക്കിവിടെ അറിയാം, നമ്മുടെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇതിൽ ഏകദേശം നൂറിൽ കൂടുതൽ ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്നും ചുരുങ്ങിയ ആളുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ. എന്നാൽ കുറച്ച് പേര് റെക്കോർഡ് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലും കുറച്ച് പേര് റെക്കോർഡും ഇല്ല, ലൈവ് ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്തിന് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയി? ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് ലിങ്ക് കണ്ടപ്പോൾ അതിൽ കയറുക എന്നുള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ കയറുക എന്നുള്ളൊരു സന്തോഷത്തിൽ മാത്രം അവരതിൽ ജോയിൻ ആയി എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്ക് ആ ഗ്രൂപ്പിൽ എന്താണോ നടക്കുന്നതെന്നോ അവിടെ എന്താണെന്നുള്ളത് അവരറിയുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയോട്. ഈ ഒരു ഭൂമിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്കെല്ലാം നമുക്കറിയുന്നതല്ല. പലതും അറിയണവർ പലതായിരിക്കാം. ഇനി നമ്മളുടെ വീടിനകത്ത് തന്നെ നമ്മളുടെ കയ്യിൽ തന്നെ ഉള്ള പലതും ചിലപ്പോഴും നമുക്കറിയാതെ പോകും. അത് അത് തന്നെയാണ് നമ്മുടെ ഒരു ക്ലാസ്സിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ജീവിതം ഹാപ്പിയാക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് പല റൂട്ടുകൾ ഉണ്ടാവാം. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്, ബൈസൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്, മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്, കാറ്, റിക്ഷ, ബസ്, അങ്ങനെയുള്ള പല പല വാഹനങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ട്രെയിനിൽ ഉണ്ട് അല്ലെ. ഇനി നമുക്ക് വെള്ളത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ബോട്ടോ കപ്പലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിന്റെ മുകളിലേക്ക് അനിവാര്യമായ ബോട്ടോ കപ്പലോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ പോകും. പക്ഷെ ആ വെള്ളത്തിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര പേരെ ബീച്ച് കാണാൻ പോവാറുണ്ട്, കടൽ കാണാൻ പോവാറുണ്ടല്ലേ. പക്ഷെ ആ കടലിന്റെ അകത്തളത്തിലുള്ളതിനൊന്നും നമുക്ക് അറിയില്ല. അതേപോലെ നമ്മുടെ ഒരു യാത്ര സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും, നമുക്ക് നമ്മളുടെ രാജ്യത്ത് നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കടല് കടന്ന് വേണം. ഈ കടല് കടന്ന് നമ്മൾ നമ്മുടെ അന്യ രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതിനെയാണ്? നമ്മൾ എയറോപ്ലെയിൻ ആണ്. ഈ എയറോപ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ യാത്ര സുഖകരമായി നടത്തുമ്പോൾ നമുക്കൊരു ഷിപ്പിൽ കയറിയാലും ആ യാത്ര നടക്കും. പക്ഷെ ഷിപ്പിൽ കൂടി ആവുന്ന സമയത്ത് നമുക്ക് ആ യാത്ര വളരെ സ്ലോ ആയിരിക്കാം. നമ്മൾ വിചാരിച്ചത്രയും ഫാസ്റ്റിൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റില്ല. ഇനി ആ സ്ലോ ആയ ആ യാത്രയാണെങ്കിൽ പോലും നമുക്ക് അവിടെ അതിനെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ കൂടുതൽ പറ്റുന്നില്ല. കാരണം നമ്മൾ സ്ലോ ആയി നമ്മൾ ആ വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ആ വെള്ളത്തിന്റെ അടിത്തലത്തിൽ, ആ സമുദ്രത്തിന്റെ അടിത്തലങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതേപോലെ നാം നമ്മുടെ ലൈഫിനെ ഹാപ്പിയാക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു യാത്രയിൽ ആ യാത്ര നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അടിത്തട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതലും സാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യാത്ര സ്മൂത്താക്കുക എന്നുള്ളത്, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വളരെ വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഷിപ്പ് ഒഴിവാക്കി നമുക്ക് എയറോപ്ലെയിൻ ഉപയോഗിക്കേണ്ടി വരും. ഷിപ്പ് ഒഴിവാക്കി എയറോപ്ലെയിൻ ഉപയോഗിച്ചാൽ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. പക്ഷെ ഷിപ്പിൽ പോകുമ്പോൾ അത്രയും പെട്ടെന്ന് എത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതമാവുന്ന ഈ ഒരു യാത്രയിൽ നമ്മൾ ഇത്തരം ക്ലാസ്സസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഇങ്ങനെയുള്ള ക്ലാസ്സസ്, മൈൻഡ് റീപ്രോഗ്രാം ക്ലാസ്സസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യാത്ര നമുക്ക് വളരെ സുഖകരമാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പോയത് ചിലപ്പോൾ നടന്നിട്ടാണെങ്കിലും ഷിപ്പിലാണെങ്കിലും കാറിലാണെങ്കിലും സൈക്കിളിലാണെങ്കിലും എയറോപ്ലെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ലക്ഷ്യത്തിലെത്തുമെങ്കിലും ലക്ഷ്യത്തിൽ വേഗം എത്താൻ വേണ്ടി പറ്റിയ ആർക്കായിരിക്കാം?
ഫ്ലെയിം ഉപയോഗിച്ചവരൊക്കെ ആയിരിക്കും അല്ലെ. ഈ ഫ്ലെയിം ഉപയോഗിച്ചവർക്ക് ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ട്? അവരുടെ യാത്ര വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച വസ്തു മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്. ഇവിടെ നാം ഇവിടെ നിന്ന് കിട്ടുന്ന ടൂൾസുകൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ആ ഒരു യാത്ര നമ്മുടെ ആ ഒരു യാത്രയെ നമുക്ക് വളരെ സ്മൂത്ത് ആക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ യാത്ര ആ എളുപ്പത്തിൽ സ്മൂത്ത് ആക്കി കൊണ്ടുപോവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ്. ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ യാത്ര നടത്തുകയാണെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് വളരെ സുഖകരമായിരിക്കും. ഇനി നമുക്ക് തന്നെ അറിയാം, സുഖകരമായ ആ ഒരു യാത്രയിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്ലൈറ്റ് ഉപയോഗിച്ചു കൊണ്ടുള്ള യാത്രയിലാണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും എന്ത് സംഭവിക്കാറുണ്ട്? ഫ്ലൈറ്റുകൾക്ക് മണിക്കൂറുകളോളം കാലതാ ഏതെങ്കിലും യാത്രയ്ക്ക് മുടക്കം വരാറുണ്ട് അല്ലേ? ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി അവിടെ നിൽക്കേണ്ട ഒരവസ്ഥ വരും. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് നാളെ മാത്രമേ ഇവിടെ നിന്ന് ഔട്ട് ആവുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചോനെ ഇനി എന്താ ചെയ്യാ എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത്. പകരം എന്താക്കാണ് യാത്രക്കാരായ നമ്മള് ഫ്ലൈറ്റ് അധികൃതർ ഏതെങ്കിലും 5 സ്റ്റാറോ 3 സ്റ്റാറോ ഹോട്ടലുകളിൽ കൊണ്ടുപോയി നമ്മളെ താമസിപ്പിക്കുകയാണ്. അങ്ങനെ ആ താമസ സൗകര്യം നമുക്ക് നൽകലോട് കൂടിയിട്ട് ആ യാത്ര മുടങ്ങിയ കാരണം കൊണ്ട് നമുക്ക് ഇവിടെ എന്താവുകയാണ്? നമുക്കൊരു 5 സ്റ്റാർ സ്പെഷ്യാലിറ്റി കിട്ടുകയാണ്, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയും നമ്മളത് എൻജോയ് ചെയ്യാണ്. അതേപോലെ നമ്മുടെ യാത്രക്കിടയിൽ എത്ര ഏത് അവസ്ഥയിലൂടെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും നമുക്കതിനിടയിൽ സ്റ്റെപ്സ് ഉണ്ടാവാം, അതിനിടയിൽ പ്രയാസങ്ങൾ വരും, അതിനിടയിൽ പ്രതിസന്ധികൾ വരും. പക്ഷെ ആ പ്രയാസത്തെയും പ്രതിസന്ധികളെയും കൂടി നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മളുടെ ഹാപ്പിനെസ്ക്ക് നമുക്ക് വളരെ സ്മൂത്തായി വളരെ ഹാപ്പി ആയിക്കൊണ്ട് നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് എത്താനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന തടസ്സങ്ങൾ മുഴുവനും നീങ്ങും എന്നല്ല നമ്മളുടെ ഇത്തരം ക്ലാസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഫോർഗിവ് ആയിക്കോട്ടെ, ഇനി ഏത് തരത്തിലുള്ള മൈൻഡ് റീപ്രോഗ്രാം സെഷൻസ് ആയിക്കോട്ടെ, ഏത് സെഷൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താലും നമുക്ക് നമ്മളുടെ റൂട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും എന്നല്ല. നമ്മുടെ റൂട്ടുകളിൽ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. അപ്പൊ ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മളിലേക്ക് വരുന്ന പ്രതിസന്ധികൾ ഏതായാലും അത് നമുക്കൊരു പുഷ്പം പോലെ പിഴുതെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, മഴക്കാലം വരുന്ന സമയത്ത് നമ്മുടെ വീടുമുറ്റത്ത് കുഞ്ഞു പുല്ലുകള് വളർന്നു വരാറുണ്ട്. ഈ കുഞ്ഞു പുല്ലുകളെ നമ്മൾ നമ്മുടെ 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറിച്ചു മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളത് ഫസ്റ്റ് വൺ അത് പറിച്ചു മാറ്റാതെ കുറച്ച് കാലം അതങ്ങോട്ട് വളരുകയാണെങ്കിൽ, അത് കുറച്ച് വലിയ വൃക്ഷമാവുകയാണെങ്കിൽ, കുറച്ച് വലിയ മരം ആവുകയാണെങ്കിൽ നമുക്കതിനെ മുറിച്ച് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ മുറിച്ച് മാറ്റാൻ ഒന്നുകിൽ നമുക്ക് ഹെൽപ്പിന് ആളെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ആയുധം ഉപയോഗിക്കേണ്ടി വരും, കത്തിയോ വേറെ എന്തെങ്കിലും പോലത്തെ പണി ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കേണ്ടി വരും നമ്മൾ അതിനെ പിഴുതെടുക്കുക എന്നുള്ളത്. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ആ പ്രതിസന്ധികൾ വരുമ്പോൾ തന്നെ അതിനെ നമ്മൾക്ക് ഒരു പുഷ്പം എടുത്തു മാറ്റാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രോങ്ങിലായിരിക്കണം. നാം അതിനുവേണ്ടി സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ മുന്നിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിലേക്ക് കൂടി വരിക എന്നുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇപ്പൊ ലാസ്റ്റ് വൺ ഔട്ട് ചെയ്യുന്ന ക്ലാസ് ചെയ്ത. ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്ന ക്ലാസ് ആണ് റമദാൻ വരും മുമ്പ് അല്ലെ. റമദാനാണ് നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. എത്ര എത്ര കാലമായി നമ്മൾ ഓരോ റമദാനും അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മൾ ഓരോ നോമ്പുകൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഓരോ നോമ്പ് കഴിയും തോറും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ടാവാം, പഠിച്ചവനെ ഇത് കഴിഞ്ഞു പോകും, അടുത്ത നോമ്പാകുമ്പോൾ ഇതിനേക്കാളും
പെർഫെക്റ്റ് ആയി ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഓരോ നോമ്പ് കഴിയുമ്പോഴും നമ്മളിൽ ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റമദാനിൽ പോലും നമ്മളുടെ ആ നോമ്പ് നോറ്റ പകൽ സമയം പോലും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു ഡേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റമദാനിനെ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഇഷ്ടത്തോടു കൂടി, വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കാനും ആ റമദാനിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സുകളെ വളരെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നാം നമ്മളെ റെഡിയാക്കുന്ന ഒരു കോഴ്സാണ് റമദാൻ. ആ കോഴ്സിന് ഞാൻ 399 റൈറ്റ് ഇട്ടിട്ടാണ് ക്ലാസ് കൊടുക്കുന്നുള്ളത്. കാരണം നമുക്ക് ഏതൊരു സംഭവം ഫ്രീക്ക് കൊടുക്കുമ്പോഴും അതിനൊരു റൈറ്റ് നിശ്ചയിച്ച് കൊടുക്കുമ്പോഴും അത് അച്ചീവ് ചെയ്യുന്നവർക്ക്, അതിനൊരു പെയിൻ അനുഭവിച്ചവർക്ക് അതിനെ സ്വീകരിക്കുന്നതിൽ അവരുടെ മാനസിക മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റമദാൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ആ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചെറിയ പെയിൻ അനുഭവിക്കണം എന്നുള്ളതാണ്. ഇനി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഫീസ് അടക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ല എന്നുള്ളവർക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആ സമയത്ത് പറയാം, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ റെഡിയാക്കുക, നാം നമ്മളെ വാർത്തെടുക്കുക. അങ്ങനെ നമ്മൾ റെഡിയാക്കാനുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ എന്നത്. നാം പലപ്പോഴായും നമ്മളെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും എവിടെയോ എന്തോ ഒരു മിസ്സിങ് നമുക്ക് തോന്നുന്നുണ്ട്. ആ മിസ്സിങ് നമ്മളിലേക്ക് വരാതിരിക്കാനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത്. ആ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ സ്റ്റോറി കേട്ടിട്ട് കാര്യമില്ല, പകരം നമ്മൾ വർക്ക് ചെയ്യണം. ആ ഒരു വർക്കാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഡെയിലി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നാം വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടൂ. ഇൻഷാ അല്ലാഹ് അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടാണ് മോർണിംഗ് ഈ ഒരു സെഷൻ തരുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഇതിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ കയറുന്നു. ഇനി അതിനപ്പുറം ആ കയറിയ നിങ്ങളെടുത്തു റെക്കോർഡ് കേൾക്കുന്ന വ്യക്തികളോടുമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്ന്. അപ്പോ നിങ്ങൾക്ക് ഒരു സെഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ അറിയിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളത് എത്രമാത്രം എഫക്റ്റ് ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്പർ 1. നമ്പർ 2, ഞാനിത് ഒരു 100 ഡേ ക്ലാസ് ആണ് ഫ്രീ ആയി തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രീ ക്ലാസ് എനിക്ക് എടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ അതിൽ ഒരാളാണെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുത്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ക്ലാസ് ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ നിന്ന് നന്നായിട്ട് ആക്റ്റീവ് ആവുക. ഗ്രൂപ്പിൽ നന്നായി ആക്റ്റീവായിട്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്സുകളും നിങ്ങൾക്ക് കിട്ടുന്ന ടേക്ക് അവേയും ഒക്കെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. അതെങ്ങനെ നിങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്ന കാണുന്ന സമയത്ത് എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നാം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സെഷൻസ് ഫ്രീ കിട്ടലുണ്ടോ. അങ്ങനെ ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നമ്മുടെ 100 ഡേയ്സ് കഴിഞ്ഞാലും വീക്കിലി ഒരു സെഷൻ എന്ന പോലെയെങ്കിലും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് തരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അത്രമാത്രം കോൺട്രിബ്യൂഷൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിലേക്ക് സജ്ജമായി ഇറങ്ങുക. നിങ്ങളുടെ ഗ്രൂപ്പിനെ നിങ്ങളൊന്ന് എനർജി ആക്കി വെക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിനെ നിങ്ങളാണ് എനർജി ആക്കി വെക്കേണ്ടത്. അങ്ങനെ എനർജിയുള്ള ഒരു ഗ്രൂപ്പും എനർജിയുള്ള ഒരു കൂട്ടായ്മയും നമ്മുടെ പിന്നാലെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് വരാനുള്ള ഒരു മാർഗം നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏവർക്കും
ഹാപ്പി ഈ മനോഹരമായ സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഏവർക്കും നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിനെ ഫോളോ ചെയ്യാനും അതിലപ്പുറം ഇവിടെ നിന്ന് പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ അതുപോലെ അങ്ങോട്ട് സ്വീകരിക്കാതെ നിങ്ങളായിട്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും കൂടി ചെയ്യുക എന്നത്. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.